നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ നഗരത്തെ ഭീതിയിലാഴ്ത്തി വീണ്ടും തെരുവ് നായയുടെ ആക്രമണം. 16 പേരെയാണ് ഇന്ന് രാവിലെ നായ കടിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും വെച്ചാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം നായയുടെ ആക്രമണത്തിൽ 50ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. എന്നാൽ ഇന്നലത്തെ അക്രമകാരിയായ നായയെ താവക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചത്ത നിലയിൽ കണ്ടെത്തി. ചൊവ്വാഴ്ച രാവിലെ 11 മണി മുതൽ 1 മണി വരെ 50ലേറെ പേരെ കടിച്ച് പരിക്കേൽപ്പിച്ച തെരുവ് നായയെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. താവക്കര പുതിയ ബസ് സ്റ്റാൻഡ്, പ്രഭാത് ജംഗ്ഷൻ, SBI പരിസരം, പഴയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാർത്ഥിനിയെ ഉൾപ്പെടെ കടിച്ച് പരിക്കേൽപ്പിച്ച തെരുവ് നായയാണ് താവക്കര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചത്തത്. രാവിലെ മറ്റൊരു നായയെയും തെരുവ് നായ കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. തെരുവ് നായയ്ക്ക് ഭ്രാന്തിളകിയിട്ടുണ്ടെന്ന സംശയത്താൽ ജില്ലാ വെറ്റിനറി ആശുപത്രി അധികൃതർ സ്രവ പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. പരിക്കേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നഗരത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ വഴിയാത്രക്കാർക്കാണ് കടിയേറ്റത്. പ്ലാസ SBIക്ക് സമീപത്ത് നിന്നും നടന്നു പോകുന്ന കാഞ്ഞങ്ങാട് സ്വദേശിനിയായ വിദ്യാർത്ഥിനിയെ തെരുവുനായ കടിച്ചു കീറുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് പരാക്രമം നടത്തുന്നത് മറ്റൊരു നായയാണെന്നാണ് വിലയിരുത്തൽ. 11ഓളം പേർക്കാണ് കടിയേറ്റത്. നഗരത്തെ ഭീതിയിലാഴ്ത്തി 2 ദിവസങ്ങളിലായി 70ഓളം പേർക്കാണ് കടിയേറ്റത്. അതേസമയം നായയെ പിടിക്കാനുള്ള നടപടിയും തുടങ്ങിയിട്ടുണ്ട്. അക്രമകാരികളായ നായകളെ കൊല്ലാനുള്ള അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകണമെന്ന് അഭ്യർത്ഥനയും മേയർ നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.